ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം, പാലക്കാടിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ചു തരാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എത്ര ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അറിയണം. കാരണം രാഹുലിന് സീറ്റില്ല. എല്ലാ എം എൽ എമാർക്കും സീറ്റുണ്ട്, പക്ഷെ രാഹുലിന് സീറ്റില്ല. രാഹുൽ പുറത്താണ്. 26 മണ്ഡലങ്ങളിലെ പട്ടിക പൂർത്തിയായി. എവിടെയും രാഹുലിന് സീറ്റില്ല. എന്തോ ഒരു ക്രൂരതയാണ് ഈ പ്രസ്ഥാനം ഈ ഒരു വ്യക്തിയോട് കാണിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രാവും പകലുമെന്നില്ലാതെ പണിയെടുത്തിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ആയിരുന്നിട്ട് പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ട് ഈ ഇലക്ഷനിൽ നിന്നിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന ഈ ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിനോട് എനിക്ക് കുറച്ച് ബഹുമാനവും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിട്ടിയെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസിനകത്ത് നിരപരാധിയാണെന്ന്. മാത്രമല്ല, ഇത് കള്ളക്കേസാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇതിലും എത്രയോ കുറ്റങ്ങൾ, ഇതിലും എത്രയോ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ, പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്ത് കളയേണ്ട ആളുകൾ ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിൽ എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്. എത്ര ആളുകൾ മന്ത്രി കസേരയും ഭരണവശത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഇതിലും വലിയ തെമ്മാടിത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിലും ഭരണവശത്തും ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല? ഇപ്പോഴും അവരെ മത്സരിപ്പിക്കുന്നുണ്ട്. കണ്ട അണ്ടനെയും അടകോടനെയും എല്ലാം എവിടെയോ കിടക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എവിടെയും ഇറങ്ങി ഒരു വോട്ട് പോലും പിടിക്കാത്ത ഇന്നലെ കയറി വന്ന ആളുകൾക്ക് വരെ സീറ്റ് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? എന്നാൽ വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് രാവും പകലും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി ഓരോ വീടുകൾ കയറി വോട്ട് പിടിച്ച് പ്രവർത്തനം നടത്തിയ ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഇന്നലെ കയറി വന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്ത് മാല ഇട്ട് ആദരിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളോട് സത്യം പറഞ്ഞാൽ എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് രാഹുൽ അത്ര വലിയ കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിലും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഈ ഭരണവശത്തും പ്രതിവശത്തും ഇരിപ്പുണ്ട്, കസേരകളിൽ കയറി ഇരിപ്പുണ്ട്. ഇവിടെ നീതി എന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ആയിരിക്കണം. ഇവരെല്ലാവരെയും പുറത്താക്കണം, പുറത്ത് നിർത്തണം, സീറ്റ് കൊടുക്കല്. അതാണ് വേണ്ടുന്നത്. ഇവിടെ ഈ പ്രസ്ഥാനം പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ പ്രസ്ഥാനം എല്ലാവർക്കും മാതൃകയാണ്. അതുകൊണ്ട് രാഹുൽ വിഷയം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ വ്യക്തിയെ പുറത്താക്കി. ഞങ്ങൾ മാതൃക കാണിച്ചു. ഞങ്ങളെപ്പോലെ മാതൃക കാണിക്കുന്ന വേറെ ഏത് പ്രസ്ഥാനമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന മുതിർന്ന നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന എത്ര ആളുകൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്? ഇപ്പോഴും കസേരകളിൽ ഇരുന്നിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ പുറത്താക്കി മാതൃക കാണിക്കണം. അതാണ് വേണ്ടുന്നത്. ഇവിടെ ഭരണവശത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ കാര്യങ്ങളിലൊക്കെ മുകേഷിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, ഗണേഷിന്റെ കാര്യം വന്നപ്പോൾ കണ്ടതാണ്. ഭരണവശം അവരുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളെ ഒത്തൊരുമയോടുകൂടെ അവർ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് വേണ്ടുന്നത്. ആ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് വിട്ടാൽ എല്ലാവരും കൂടെ അവിടെ വന്ന് അവരെ സഹായിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഞാനിവിടെ ഭരണവശത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ പൊക്കി മേലോട്ട് കൊണ്ടുപോകല്ല. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ഈ വിഷയത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്നുള്ള നിലപാടുകളെല്ലാം നമ്മൾ കണ്ടല്ലേ. ഇവിടെ രാജൻ ജോസഫിനെ അതുപോലെയുള്ള ആളുകളെയും അതുപോലെ റിനി എന്ന് പറയുന്ന അവരെ പോലെയുള്ള ആളുകളെയും പൈസ കൊടുത്ത് ഇറക്കി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണെന്നൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. റിനി വന്നൊന്ന് കരഞ്ഞു പറഞ്ഞ് ഒരു പരാതി പറഞ്ഞപ്പോഴത്തേക്ക് ഈ കേരളത്തിൽ എത്ര പീഡനങ്ങൾ നടക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ സത്യസന്ധമായിട്ടുള്ള പീഡനങ്ങൾ, ഇവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന് പീഡനത്തിന്റെ പരിധിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ സത്യസന്ധമായിട്ട് നടന്നിട്ടുള്ള, ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന സംഭവം, 16 ആത്മഹത്യ ചെയ്തു.
ബന്ധുവും അയൽക്കാരനും കൂടെ പീഡിപ്പിച്ച ആ കുട്ടി തൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ആ സത്യം തുറന്നു പറഞ്ഞു. മനംനൊന്ത് അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇതിനൊക്കെ എതിരെ ശബ്ദം ഉയർത്തുന്നില്ല? ഈ റിനി വന്ന് കരഞ്ഞെന്ന് കള്ളക്കണ്ണീരൊഴുക്കി പറഞ്ഞപ്പോഴത്തേക്ക്, എൻ്റെ മകളെ പോലെ കാണുന്ന റിനി എന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു എന്ന് പറഞ്ഞ വി.ഡി. സതീശനെ നമ്മളൊന്നും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും അത് യൂട്യൂബിനകത്തും സെർച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. വി.ഡി. സതീശനെടുത്ത നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ കാണിച്ച നിലപാട്, 24 മണിക്കൂറിനകം ഞാൻ പുറത്താക്കി, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വെട്ടിയിട്ട് ഞങ്ങൾ പുറത്താക്കി. ആദ്യം ഞാനെന്ന് പറഞ്ഞു, പിന്നെ അത് വെട്ടിയിട്ട് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് കൊടി പിടിച്ച് ലാത്തിയടിയും അവിടെ നിന്നുള്ള പരിഹാസങ്ങളെല്ലാം കേട്ട ഒരു മനുഷ്യനെ പുഷ്പം പോലെ വലിച്ചെറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. വെറും ക്രൂരതയാണ്. അതിലും വലിയ തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല അല്ലേ? അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ. എന്തുകൊണ്ട് ഈ 3 പരാതി വന്നിട്ട് പോലും കോടതി ഇയാളെ കുറ്റക്കാരനാക്കി ഇയാൾക്കുള്ള ശിക്ഷ കൊടുത്തില്ല? എന്തുകൊണ്ട് ഇപ്പം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചല്ലോ, ജാമ്യാപേക്ഷ പരിഗണിച്ചതിനകത്ത് തന്നെ കോടതി പറയുന്നുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ളത് ഒരു കുറ്റകരമായിട്ട് എങ്ങനെ എടുക്കുമെന്ന്. അതുമാത്രമല്ല, അതിനുശേഷം വന്ന് സുപ്രീം കോടതി വിധി വരെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഈ രാഹുലിന് പാർട്ടി സീറ്റ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് രാഹുലിനെ തിരിച്ചെടുക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് തിരിച്ചെടുക്കൂ. നിങ്ങളെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പുറത്തിരുന്ന് അയാൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അങ്ങാര് പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഇട്ടൊരു പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. 2 രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട പോസ്റ്റാണ്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാവും? അതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് തന്നെ ഈ ഒരു പാർട്ടി അയാളോട് കാണിച്ച ചതിയുടെ ആ ഒരു വരികളാണ് അയാൾ എഴുതിയിട്ടേക്കുന്നത്. 2 ദിവസം മുമ്പ് രക്തസാക്ഷികളായിട്ടുള്ള 2 ആളുകൾക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിനകത്ത് കുറിച്ച വരികളാണ്. ഒരു പ്രസ്ഥാനത്തെ ഒരു വ്യക്തിക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും? ആ ഒരു പ്രസ്ഥാനത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തികൾ, അവരെയാണ് ആത്മാർത്ഥമായിട്ട് രക്തസാക്ഷികൾ എന്ന് വിളിക്കേണ്ടത്. എന്നാൽ ഈ പ്രസ്ഥാനത്തെ ജീവനേക്കാൾ സ്നേഹിച്ച മനുഷ്യരുമുണ്ട്, അവരുടേതാണ് ഈ പ്രസ്ഥാനം എന്നാണ് ആ ഫേസ്ബുക്കിനകത്തിട്ട പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അത്രമാത്രം ഈ ഒരു പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ആ വരികളിലൂടെ അയാൾ പങ്കുവച്ചത്. അത് എത്ര ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാനിവിടെ ഇപ്പം വി.ഡി. സതീശൻ നയിക്കുന്ന സംഗമം ഉണ്ടല്ലോ, ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ നയിക്കുന്ന സംഗമം ഉണ്ടല്ലോ, ജനസംഗമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാലക്കാട് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം ഒരു പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്നിട്ടും ആ ഒരു പ്രസ്ഥാനത്തിന് ചേർത്ത് പിടിച്ച് പുറത്തിരുന്നിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല, വേറൊരു പാർട്ടി പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു പാർട്ടി നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു MLA യോ മന്ത്രിയോ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തായതിനു ശേഷവും അത്രയും തളർത്തി ആ മനുഷ്യനെ എത്രത്തോളം കല്ലെറിയാവോ അത്രത്തോളം കല്ലെറിഞ്ഞിട്ട് പോലും അയാൾ പുറത്തു നിന്നിട്ട് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമാണ് തോന്നിയത്. അതിശയമാണ്, സത്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാം. രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കണ്ടല്ലോ. അപ്പം എന്തായാലും ഒരു കാരണം വെച്ചാലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളിക്ക് സീറ്റ് കൊടുക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, ബാക്കിയുള്ള എല്ലാ MLA-മാർക്കും പാർട്ടി സീറ്റ് നൽകി. എന്നിട്ടും ഈ വ്യക്തിയെ തഴഞ്ഞു കളഞ്ഞത് ശരിയായില്ല, അവഗണിച്ച് കളഞ്ഞത് ശരിയായില്ല. ആ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, കുറച്ച് മുതിർന്ന ആളുകളെല്ലാം കൂടെ ശ്രമിച്ചിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു വാണിങ്ങോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ട് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റോ കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ട് പാലക്കാടിൽ തന്നെ നിർത്തണമായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, പാലക്കാടിലെ ജനങ്ങൾ ഇതിനുള്ള മറുപടി കൊടുക്കും.
രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും. ഇപ്പം ഇതിലൂടെ ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുന്നത് അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് എടുത്ത് കളഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും വോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, കിട്ടത്തില്ല. ഈ ഒരു വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പാർട്ടി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുത്തു എന്ന് കാണിച്ചിട്ട് ആ പാർട്ടി നല്ലൊരു തീരുമാനം, മറ്റുള്ള പാർട്ടികൾ എടുക്കാത്തൊരു തീരുമാനം, പാർട്ടി നല്ലൊരു നിലപാട് എടുത്തു എന്ന് ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയെ പുറത്തു നിർത്തി കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല, ജനങ്ങളത് കണ്ട പാവം നടിക്കാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ ഇപ്പം പാലക്കാടിലുള്ള ജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നത്, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അല്ലേ. പാലക്കാട്ടിലെ ജനങ്ങൾ മാത്രമല്ല, മറ്റ് ജനങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര്, പെങ്ങന്മാര്, സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളുമാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. അവർ പറയുന്നത് ഏത് ജില്ല ആയിക്കോട്ടെ, ഈ ഒരു പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കത്തില്ല, രാഹുലിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ പാലക്കാട്ടുകാർ മാത്രമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം ഈ രാഹുലിൻ്റെ ഈ എഫക്റ്റ്, രാഹുലിനെ പാലക്കാട് നിർത്താത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇലക്ഷൻ സർവേയിൽ, കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ ഞാൻ ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കണ്ടതാണ് പാലക്കാട് എന്തുമാത്രമാണ് താഴോട്ട് പോയെന്ന്. അവിടെ UDF ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ളൊരു ജില്ലയാണ് പാലക്കാട്, കേരളത്തിലെ പാലക്കാട്. ഷാഫി നിന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചു വന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം നിന്നപ്പോഴത്തേക്ക് റെക്കോർഡ് വിജയമായിരുന്നു. ആ പാലക്കാട് ഇപ്പം ഏറ്റവും താഴെ പോവാണ്. രാഹുലിന് സീറ്റില്ലാത്തതിൻ്റെ പേരിൽ ഏറ്റവും താഴോട്ട് പോയി. ഞാനത് ഒന്നുകൂടെ വായിക്കാം. ആലപ്പുഴയിൽ 9 സീറ്റാണുള്ളത്. ആലപ്പുഴയിൽ 9 സീറ്റിനകത്ത് LDF 2ഉം അതുപോലെ UDF 7ഉമാണുള്ളത്. BJPക്ക് അവിടെ സീറ്റില്ല. കണ്ണൂർ 11ആണ്. 11നകത്ത് 9 സീറ്റ് LDFും അതുപോലെ 2 സീറ്റ് UDFും. BJPക്ക് അവിടെ മറ്റു പാർട്ടികൾക്കും സീറ്റില്ല. അടുത്തത് കാസർഗോഡ് 5 സീറ്റും LDFന് അവിടെ സീറ്റില്ല. UDFന് 5 സീറ്റ്. അത് കാസർഗോഡ് ഇപ്പം പോകും, നിങ്ങൾ നോക്കിയോ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പം പുള്ളിയെ മാറ്റി നിർത്തിയല്ലോ, പുള്ളിക്ക് സീറ്റില്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പം കാസർഗോഡും കൂടെ കുറയാൻ പോവാണ്, നിങ്ങൾ നോക്കിക്കോ. ഇവിടെ കാസർഗോഡ് LDFന് ഇവിടെ ഒരു സീറ്റും ഇല്ല. ഇപ്പം UDFനാണ് 5 സീറ്റുള്ളത്. നിങ്ങൾ നോക്കിയോ, ഈ 3 സീറ്റ്, 5ൽ നിന്ന് 3 സീറ്റ് ഇവിടെ LDFന് പോകും. നിങ്ങൾ നോക്കിക്കോ. അടുത്ത സർവേയിൽ, അപ്ഡേറ്റ് ആവുന്ന സർവേയിൽ നിങ്ങൾ കണ്ടോ. അത് കഴിഞ്ഞിട്ട് പാലക്കാട് 12 സീറ്റാണുള്ളത്. 12 സീറ്റിൽ 8 സീറ്റും LDF നേടിക്കഴിഞ്ഞു. ഈ സർവേയിൽ 8 സീറ്റും LDF നേടിക്കഴിഞ്ഞു. 1 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. 3 സീറ്റ് BJP കിട്ടി. രാഹുലിനെ പാലക്കാട്ടിൽ നിന്ന് മാറ്റിയതിൻ്റെ എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങൾ എന്തായാലും ഈ രാഹുലുമായിട്ടുള്ള വിഷയത്തിൽ ഉറപ്പായിട്ടൊരു തിരിച്ചടി കൊടുക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും ഈ രാഹുലിനെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് സീറ്റ് കൂടാനും പോകുന്നില്ല, വോട്ട് കൂടാനും പോകുന്നില്ല. കുറയുന്നതല്ലാതെ, സീറ്റും വോട്ടും കുറയുന്നതല്ലാതെ കൂടാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.